Hi, hello, welcome back to our video. Who flies the kite? സെക്കൻഡ് യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഹൂ ഫ്ലൈസ് ദി കൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് പട്ടം പറത്തുന്നത് എന്നാണ് ചോദ്യം. ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? ഇറ്റ് ഈസ് ദ വിൻഡ് or the wings or the string or the person who flies it. Read the story and find out who flies the kite. ഇവിടെ എന്താ പറയുന്നത്, ആരാണ് ശരിക്കും ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്, നിങ്ങളൊരു പട്ടം പറത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ശരിക്കും ആരാണ് പട്ടം പറത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. വിൻഡാണോ, കാറ്റാണോ, അതിൻ്റെ വിങ്സ് ചിറകുകളാണോ, സ്ട്രിങ് നൂലാണോ, അല്ലെങ്കിൽ പേഴ്സൺ ആണോ, ആരാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം. On a pleasant day, the mayor of the town strolled through the park. ഒരു നല്ല ദിവസം ഒരു ടൗണിലെ മേയർ എന്ത് ചെയ്യാണ്, പാർക്കിലൂടെ ഇങ്ങനെ നടക്കായിരുന്നു. ഹിസ് ഐസ് വിഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടി കളർഫുൾ ആയിട്ടുള്ള ബിഗ് കൈറ്റ് പറത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ദ കൈറ്റ് സോർഡ് ഹൈ ആൻഡ് ഡാൻസിങ് ഇൻ ദി ബ്രീസ്. കൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഉയരത്തിലേക്ക്, വളരെ കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നതിനെയാണ് സോർഡ് എന്ന് പറയുന്നത്. ഉയരത്തിലേക്ക് ഇങ്ങനെ പോവാണ്. ഡാൻസിങ് ഇൻ ദി ബ്രീസ്, കാറ്റിനൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്. വാവ്, ഹൂ മേഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ ക്യൂരിയസ്. വാവ്, ആരാണ് ഈ ഒരു കൈറ്റ് ഇത്രയും അടിപൊളിയായിട്ട് പറത്തുന്നത്, ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ടോ ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. ബോയ് അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഐ ഡിഡ് മിസ്റ്റർ മേയർ. ഞാനാണ് മിസ്റ്റർ മേയർ, ഞാനാണിത് പറത്തുന്നത്. I made the kite and I painted it. I made the kite. I made the kite and I painted it and I fly it. ഞാനാണ് ഈ പട്ടം ഉണ്ടാക്കിയതും അതേപോലെ ഞാനാണ് ഈ പട്ടം പറത്തുന്നതും ഞാനാണ് ഇതിന് കളറ് കൊടുത്തതും ഞാനാണ്. ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി. കാറ്റ് എന്ത് ചെയ്തു, വളരെ പതിയെ മന്ത്രിച്ചു. നോ, ഇറ്റ്സ് മീ. ഐ ലെഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ഫാൾ ടു ദി ഗ്രൗണ്ട്. ഇല്ല, പട്ടം പറത്തുന്നത് ഞാനാണ്, ഞാനില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? യെസ്, ഈ ഒരു കൈറ്റ് ഫാൾ ഡൗൺ, താഴേക്ക് ഗ്രൗണ്ടിലേക്ക് വീണ് പോവുമായിരുന്നു. ദ കൈറ്റ് ടെയിൽ ഫ്ലട്ടേർഡ് ആൻഡ് സാഡ്. കൈറ്റിൻ്റെ ടെയിൽ, വാൽ എന്ത് ചെയ്തു, ഫ്ലട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ചിറകടിച്ചിങ്ങനെ ചിറകടിച്ചുകൊണ്ട് പറഞ്ഞു, വെയിറ്റ്, ഐ ടു, അല്ലേ, വെയിറ്റ് ചെയ്യൂ, ഞാനും കൂടി ഉണ്ട്. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. അല്ലെ, ഞാനാണ് ഈ കൈറ്റിനെ സ്റ്റഡി ആയിട്ട് നിർത്തുന്നത്. വിത്തൗട്ട് മീ, ഞാനില്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്, ഞാനില്ലായിരുന്നെങ്കിൽ ഇത് പൊട്ടി താഴെ വീകുമായിരുന്നു എന്ന് ആര് പറയാണ്, ടെയിൽ പറയാണ്. ദ സ്ട്രിങ് ലുക്ക്ഡ് ആറ്റ് എവറി വൺ ആൻഡ് സാഡ്. അപ്പോൾ അതിൻ്റെ സ്ട്രിങ്, നൂല്, എല്ലാവരെയും നോക്കി പറയാണ്, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ. ഞാനില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒരു കൈറ്റ് ശരിക്കും പറക്കുക? ഐ മെയ്ഡ് ഇറ്റ് സോർ ഹൈ. ഞാനാണ് ഇതിനെ ഏറ്റവും ഉയരത്തിലെത്തിക്കുന്നത്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. ഞാനാണ് ഇതിനെ ഗൈഡ് ചെയ്തിട്ട് ഈ ആകാശത്തിലേക്ക് എത്തിക്കുന്നത്. ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവ്രി വൺ. മേയർ എല്ലാവരെയും വളരെ ശ്രദ്ധാപൂർവം കേട്ടു. ഹി ആസ്ഡ് തോട്ട്ഫുള്ളി, സോ ഹൂ റിയലി ഫ്ലൈസ് ദി കൈറ്റ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹം പറയാണ്, ആരാണ് ഈ പട്ടത്തെ പറത്തുന്നത്, ശരിക്കും ആരാണ് പറത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. ദേ ഓൾ പോസ്ഡ് ടു തിങ്ക്. എല്ലാവരും ഒരു നിമിഷം എന്ത് ചെയ്തു, ചിന്തിച്ചു. ദെൻ ദ ബോയ് സാഡ് ജെന്റ്ലി, വി ഓൾ ഡു ഇറ്റ്. ദെൻ ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പട്ടം പറത്തുന്നത്. ഞങ്ങളുടെ എഫേർട്സ്, ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത എഫേർട്സ് ആണ് ഈ ഒരു പട്ടം പറത്തുന്നതിൽ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആ ഒരു ലിറ്റിൽ ബോയ് പറയുന്നത്. ദ വിൻഡ് എഗ്രീഡ് ആൻഡ് ടെയിൽ നോഡഡ് ടു. വിൻഡ്, കാറ്റ് എന്ത് ചെയ്തു, എഗ്രി ചെയ്തു. അതുപോലെ ടെയിൽ, അതിൻ്റെ വാൽ എന്ത് ചെയ്തു, തലയാട്ടി. നോഡഡ് എന്ന് വെച്ചാൽ തലയാട്ടുക. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദി എയർ. അപ്പോൾ സ്ട്രിങ്ങും എന്ത് ചെയ്തു, അത് എഗ്രി ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പട്ടം പറത്തുന്നത് എന്ന് പറഞ്ഞപ്പം ആ ഒരു സ്ട്രിങ്ങും അത് എഗ്രി ചെയ്തു. ദ മേയർ സ്മൈൽഡ് വാംലി, യു ആർ റൈറ്റ്.
Together you make the kite flying beautifully. This kite is symbol of unity. If we work together, we can achieve anything. അപ്പം പറയാണ് യു ആർ റൈറ്റ്, നീ പറഞ്ഞത് ശരിയാണ്. യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി, അല്ലേ? നീ ഒരു കൈറ്റിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കി. കൈറ്റ് സിമ്പിൾ ഓഫ് യൂണിറ്റി. കൈറ്റ് എന്ന് പറയുന്നത് യൂണിറ്റീൻ്റെ സിമ്പിളാണ്, ഐക്യത്തിൻ്റെ സിമ്പിളാണ്. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? പട്ടം പറത്താൻ വേണ്ടിയിട്ട് പറ്റിയത്. Everyone cheerfully the kite continued to soar high in the sky. Smile together we fly the kite, they shouted. അപ്പോൾ അവർ പറയാണ്, അവർ വളരെ സന്തോഷപൂർവ്വം അവർ പറയാണ് നമ്മളെല്ലാവരും കൂടി ഈ ഒരു പട്ടത്തിനെ പറത്തി എന്ന് പറയാണ്. മൈക്കൽ റോഗേഴ്സിൻ്റെ ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്തത്. യെസ്, ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്, കുറച്ച് ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും. യെസ്, ദെൻ ഇതിലെ ഒരു ഈ ഒരു ചാപ്റ്ററിലെ ഹൂ ഫ്ലൈസ് ദി കൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എൻ്റെയർ തീം ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ആ ഒരു സമ്മറിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേങ്കിൽ ഇത് ഡിസോർഡർ ആയിട്ടാണുള്ളത്. ഇതിനെ റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫൈൻ പിക്ചർ സ്റ്റോറി കാർഡ്. വെർ ഈസ് എ പിക്ചർ? യെസ്, ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? ചെടി കൊണ്ടുവന്നിട്ട് നടുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ സഹായിക്കുന്നുണ്ട്. ദെൻ ആ ഒരു സമയത്ത് ആ ഒരു ട്രീ വളർന്ന് വലുതാവുന്നുണ്ട്. അവിടെ ചില സ്ഥലങ്ങളിൽ റൈറ്റപ്പ് കൊടുത്ത് കാണാം. ആ റൈറ്റപ്പ് കൊടുത്തത് എന്താണോ അതിനനുസരിച്ച് പുറത്ത് പിക്ചർ വരക്കുക എന്നുള്ളതാണ്. Okay, kites. Make different kinds of kite using color paper. Write message about unity and teamwork on them. Union is strength. എല്ലാവരും കൂടി എന്താണ് പറയുന്നത്? Make different kinds of color paper. Write a message of unity and teamwork on him. Organize a kite flying competition. Create ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? യെസ്, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദെൻ ഇത് ക്രാഫ്റ്റ് കോർണറാണ്. യെസ്, അപ്പം ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻഡിനെ മേക്ക് ചെയ്യാൻ, അതായത് പല പിക്ചേഴ്സ് കൊണ്ടും പല സാധനങ്ങൾ കൊണ്ടും, ഇപ്പോൾ ഈർക്കിലെ കൊണ്ട് അതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് ആൻഡിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കാം. ആൻഡിനെ മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? യെസ്, ഈ ഒരു കവിത അവിടെ എഴുതാം.